ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ അറിയുവാൻ നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സിൽ ഇൻഡെക്സ് മാർക്കിനുള്ള പ്രാധാന്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കിപ്പോൾ ലഭിച്ച ഓൾറെഡി നിങ്ങൾ ഓരോ കോഴ്സിനും നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിലെല്ലാം ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലായിരിക്കും ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകളിൽ ഏതെല്ലാം സബ്ജക്റ്റിന് എത്രയായിരുന്നു ഏറ്റവും അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് എന്നൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ BA അറബിക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് എല്ലാ സബ്ജക്ട്സും ഇവിടെ കാണിക്കാൻ സമയത്തിൻ്റെ കുറവുണ്ടാകും. അതുകൊണ്ട് മെയിൻ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹമുള്ള സബ്ജക്റ്റുകളും മാത്രമായിരിക്കും പറയുന്നത്. ഫസ്റ്റ് തന്നെ BA അറബിക് യൂണിവേഴ്സിറ്റി കോളേജിൽ ജനറൽ വിഭാഗത്തിന് 1057 മാർക്കായിരുന്നു ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ BA ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വരുന്നുണ്ട്. BA എക്കണോമിക്സ് കുറേ കോളേജുകൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റി കോളേജ് പാളയം ജനറൽ 1379, നല്ല മാർക്കുള്ള വിദ്യാർത്ഥി 1379 ഇൻഡെക്സ് മാർക്കാണ് ജനറൽ വിഭാഗത്തിന് വന്നത്. അതുപോലെ തന്നെ ഈഴവ, മുസ്ലിം, OBC, SC, ST ഒക്കെ വരുമ്പോൾ അത് താഴേക്ക് കുറയുന്നൊരു കാര്യം കാണാം. ഇത് ഏതൊക്കെ കോളേജുകളിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഗവൺമെൻറ് ആർട്സ് കോളേജ് ട്രിവാൻഡ്രത്തിൽ 1221 മാർക്ക് ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. വുമൻസ് കോളേജ് വഴുതക്കാട് 1332 ജനറൽ വിഭാഗത്തിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതുപോലെ ബാക്കി കോളേജുകളും അവിടുത്തെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 30-ന് പുറത്ത് കോളേജുകൾ BA എക്കണോമിക്സ് കോഴ്സ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോളേജിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ എത്രയാണ് കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്കും എന്ന കാര്യം നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ആദ്യം കൊടുത്തിരുന്ന കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് 1063 ആയിരുന്നു ജനറൽ വിഭാഗത്തിന് വന്നിരുന്ന ഇൻഡെക്സ് മാർക്ക്. അതുപോലെ BA ഇംഗ്ലീഷ് തന്നെ ഏകദേശം 60-ൽ പുറത്ത് കോളേജുകൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുണ്ട്. പിന്നെ BA ഹിന്ദി വരുന്നുണ്ട്. BA ഹിസ്റ്ററിയൊക്കെ 1320 മാർക്കാണ് നമ്മുടെ ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ വഴുതക്കാട് വന്നിട്ടുള്ളത്. അത് ജനറൽ വിഭാഗത്തിൻ്റെയാണ് പറയുന്നത്. നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ ഈ റിസർവേഷൻ കാറ്റഗറിയിൽ കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ഏകദേശ ധാരണയായി കണക്കാക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഇത് തന്നെയാണ് ഈ വർഷവും ഉള്ളത് എന്നല്ലേ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്ര മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വരെ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുവാൻ അത് കോളേജിൽ പറ്റിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ BA മലയാളം വരുന്നുണ്ട്. അതുപോലെ തന്നെ BA ഫിലോസഫി, അതൊക്കെ 5 കോളേജുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കുറവായാൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ കിട്ടും. അതുപോലെ തന്നെ BA പൊളിറ്റിക്കൽ സയൻസ് പറയുന്നുണ്ട്. അത് 12 കോളേജുകളിലാണുള്ളത്. BSc ഫിസിയോളജി വരുന്നുണ്ട്. BA സംസ്കൃത്, BA സോഷ്യോളജി വരുന്നുണ്ട്. BA തമിഴ്, BSc ബയോ കെമിസ്ട്രി 6 കോളേജുകളിലാണ് അവൈലബിൾ ഉള്ള. വിദ്യാർത്ഥികൾക്ക് പല സബ്ജക്റ്റുകൾ നിങ്ങളുടെ ഏതാണോ താല്പര്യം ആ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ ഏത് കോളേജിനായിരുന്നു ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് നോക്കാം. BSc ബോട്ടണി ഇവിടെ കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ 1324 മാർക്ക് വരെ വാങ്ങിയവർക്കായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കായിട്ട് വന്നത്. പിന്നെ താഴേക്ക് BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി വരുന്നുണ്ട്. അതും അത്യാവശ്യം മാർക്കുള്ള വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോകളിലെല്ലാം, BSc വിഷയങ്ങളിൽ അത്യാവശ്യം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഗവൺമെൻറ് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കിയെല്ലാം കുറഞ്ഞ മാർക്കുള്ളവർക്ക് എയ്ഡഡ് കോളേജുകളിലും ഓട്ടോണമസ് കോളേജുകളിലും എല്ലാം അഡ്മിഷൻ പോകാനാണ് സാധ്യത. ഇവിടെ BSc കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി കാണിക്കുന്നുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻഡെക്സ് മാർക്ക്, ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് ഈ ഒരു PDF-ലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. BSc ജിയോളജി ഉണ്ട്. അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ് ഉണ്ട്. BSc മാത്തമാറ്റിക്സിനൊക്കെ 1335 മാർക്ക് വരെ ജനറൽ വിഭാഗത്തിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര കോളേജുകൾ, ഏതൊക്കെ കോളേജുകൾ BSc മാത്തമാറ്റിക്സ് ഉണ്ടെന്ന കാര്യവും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിലൂടെ പരിശോധിക്കാൻ കഴിയും. BSc ഫിസിക്സ് ആർട്സ് കോളേജിൽ 1325, വുമൻസ് കോളേജിൽ 1382, യൂണിവേഴ്സിറ്റി കോളേജിലും 1382 എന്നീ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ലിസ്റ്റ് ജസ്റ്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ലിസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോളേജിൽ ഏത് വിഷയമാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്കും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ നിന്നൊരു 10% എന്തെങ്കിലും ഡീവിയേഷൻ വരാനേ സാധ്യതയുള്ളൂ. പൂർണ്ണമായും ഈ ഒരു മാർക്ക് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വരാം. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുവാൻ അത് സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വാർത്തകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.